ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു M4 ഡ്രൈവ്. 3 വർഷത്തിന് ശേഷം നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. TVSന്റെ ഏറ്റവും പുതിയ അപ്പാച്ചെ RTR 160 USD വേർഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പാച്ചേനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം 2000-കളിൽ സ്പോർട്സ് ബൈക്കിനെ കുറിച്ച് ചിന്തിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള, അത് മീൻ 2000 കാലഘട്ടത്തിലാണ് സ്പോർട്സ് ബൈക്കിനെ കുറിച്ച് കൂടുതൽ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് താങ്ങുന്ന രീതിയിലുള്ള സ്പോർട്സ് ബൈക്കിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഫസ്റ്റ് വരുന്ന വണ്ടിയാണ് പൾസർ, ബജാജ് പൾസർ. ഒരുപാട് ആ കാലഘട്ടത്തിലെ 90s കിഡ്സൊക്കെ പ്രധാനമായിട്ടും ഒരുപാട് ആഗ്രഹിച്ച ഒരു വണ്ടിയാണ് പൾസർ എന്ന് പറയുന്നത്. ആ പൾസറിന് ആ ടൈമിലുണ്ടായിരുന്ന ഒരേ ഒരു പ്രോപ്പർ എതിരാളിയായിരുന്നു TVS അപ്പാച്ചെ. ആദ്യകാല അപ്പാച്ചകളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചേക്കുന്നത് നമ്മുടെ സൂര്യയുടെ അയൻ എന്ന് പറഞ്ഞൊരു ഫിലിം, കാരണം എല്ലാവർക്കും അറിയുന്നൊരു ഫിലിമാണ്. ആ ഫിലിമിൽ സൂര്യ യൂസ് ചെയ്യുന്നൊരു വണ്ടിയുണ്ട്, അപ്പാച്ചെ 160. ആ ഒരു യെല്ലോ കളർ വണ്ടി, ആ യെല്ലോ കളർ വണ്ടിയിൽ ക്രഷ് അടിച്ചിട്ട് ഒരുപാട് ആളുകൾ വാങ്ങി യൂസ് ചെയ്തിട്ടുള്ളൊരു വാഹനം കൂടിയാണ് TVS അപ്പാച്ചെ. നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയിട്ടാണ് ബാക്കിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ അതുപോലെ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് ഒന്ന് നോക്കാം. ആഹാ, സുന്ദരനായ സ്പോർട്ടി ബൈക്ക്, ഒന്നും പറയാനില്ല, കാണാൻ വളരെ ഭംഗിയായിട്ടുള്ളത്. ഇതിൽ തന്നെ 3 കളർ ഓപ്ഷൻസാണ് നമുക്ക് വരുന്നത്. മാറ്റ് ബ്ലാക്ക് വരുന്നുണ്ട്, അതുപോലെ ഗ്രേ വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടുന്നത് ഈ മാറ്റ് ബ്ലാക്ക് ആണ്. പക്ഷേ എനിക്കത് ഇഷ്ടപ്പെടുന്നത് സെയിം തന്നെയാണ്. ഓക്കെ, ഇതിനകത്ത് തന്നെ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഫേസിൽ ഏതൊരു വണ്ടിയാണെങ്കിൽ നമുക്ക് ഫേസിൽ ഫസ്റ്റ് കൊടുക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് തന്നെയായിരിക്കും. പക്ഷേ ഈ ഒരു അപ്പാച്ചയുടെ ഹെഡ്ലൈറ്റ് എനിക്ക് പേഴ്സണലി ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് ഈ സാധനം വളരെ ഇഷ്ടമാണ്. കാരണം നമ്മൾ ഫസ്റ്റ് ഈ ഒരു ടൈപ്പ് കണ്ടത് ഡ്യൂക്കിലാണ് കണ്ടത്. പക്ഷേ ഈ അപ്പാച്ചെ ലവേഴ്സ് കുറേ ആളുകളുടെ ഇടയിലുണ്ടായ ഒരു ടോക്കാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പാച്ചയുടെ തുടക്കത്തിലുണ്ടായിരുന്ന മോഡലുണ്ട്, അതായത് 200 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് 2017-18 കാലഘട്ടത്തിലുള്ള ഹെഡ്ലൈറ്റ് ഉണ്ടായിരുന്നു. അതായത് ചെറിയ ഒരു കൊമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയ DRL ഒക്കെ ആയിട്ട് വന്ന അത് ഈ ലുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്കും ഇഷ്ടമായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ചും കൂടി സ്പോർട്ടി ആയിട്ട് തോന്നിയതും ഒരു പ്രത്യേക ഒരു സ്പോർട്ടി ലുക്ക് അതിലും കുറച്ചുകൂടി തോന്നിയത് എനിക്ക് ഈ ഒരു ഹെഡ്ലൈറ്റിലാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ആ വണ്ടിയുടെ ഫ്രണ്ട് ലുക്കിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ലുക്ക് അത് ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ലുക്ക് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമുള്ളൊരു ഹെഡ്ലൈറ്റാണ്. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ, അത് 2017-18 RTR 200 4V ഇറങ്ങുന്നത് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ഹെഡ്ലൈറ്റിന് ഒരുപാട് ഫാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഹെഡ്ലൈറ്റ് മാറ്റി ഈ ഒരു ഹെഡ്ലൈറ്റിലേക്ക് മാറ്റിയപ്പോൾ സത്യം പറഞ്ഞാൽ ഈ അപ്പാച്ചയുടെ ഗ്രൂപ്പുകളും കാര്യങ്ങളെല്ലാം ഒരുപാട് പേര് പറയുന്നതാണ് പഴയ ഹെഡ്ലൈറ്റാണ് ഭംഗി എന്നുള്ളത്. പക്ഷേ ഈ ഒരു ഷേപ്പും അതേപോലെ തന്നെ നമുക്ക് അറിയാം പഴയ ഹെഡ്ലൈറ്റിനെ അപേക്ഷിച്ച് ഇതിന് വന്ന വ്യത്യാസങ്ങൾ. അതായത് നമുക്ക് റിഫ്ലക്റ്റിംഗ് LED ആണ് ഈ ഒരു ഹെഡ്ലൈറ്റിന് വരുന്നത്. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇന്നലെ ഈ വണ്ടി നൈറ്റ് മീൻസ് വീട്ടിൽ കറണ്ട് പോയ ടൈമിൽ ഞാൻ ചുമ്മാ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല, ചുമ്മാ ഞാൻ ഈ കീ ഒന്ന് ഓണാക്കിയ സമയത്ത് ഈ DRL കണ്ടോ നിങ്ങൾ? പ്രത്യേകിച്ച് നമ്മൾ രാത്രി പ്രത്യേകിച്ച് മാറ്റ് ബ്ലാക്ക് വണ്ടി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഒരു എക്സിയുടെ പല്ല് വരെ നമുക്ക് ഫീൽ ചെയ്ത് വളരെ ഒരു കൗതുകം വരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു എനിക്കത് ഫീൽ ചെയ്തത്. ശരിക്കും ഇതൊരു വീഡിയോയിൽ പറയണമെന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ വീണ്ടും ഓർത്തുന്നുള്ളൂ. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ടയറാണ്. ടയർ നമുക്ക് നോർമലി കോമ്പറ്റീറ്റേഴ്സ് പോലെ തന്നെ ട്യൂബ്ലെസ് ടയറാണ് ഒബ്വിയസ്ലി വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഫ്രണ്ട് ടയർ വരുന്നത് 90-90-17, ബാക്ക് വരുന്നത് 130-70-17 വരുന്നത്. അലോയ് വീല് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമുക്ക് ഈ റെഡ് കളറിനോട് നമുക്കറിയാം പെട്ടെന്നൊരു അട്രാക്ഷൻ ഉണ്ടാവും. നമുക്കിപ്പോൾ എവിടെ വണ്ടി വെച്ചാൽ അല്ലെങ്കിൽ എവിടെ എന്ത് സാധനം വെച്ചാൽ ഈ റെഡ് കളറിനോടിലേക്ക് നമ്മൾ പെട്ടെന്ന് നമ്മുടെ കണ്ണൊടുക്കും. അങ്ങനത്തെ ഒരു രീതി തന്നെയാണ് ഇവർ ഈ ഒരു അലോയിൽ വെച്ചിരിക്കുന്നത്. അലോയ് റെഡ് കളറാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഈ അലോയ് റെഡിൽ വരുന്നത് എൻടോർക്കിൻ്റെ XP എന്ന് പറഞ്ഞൊരു വേരിയൻറ്റിലും അവർ ഈ സെയിം റെഡ് കളർ അലോയ് ഇതിന് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ എടുത്തു പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബ്രേക്കിംഗ് ആണ്. ബ്രേക്കിങ്ങിൻ്റെ കാര്യം TVSൻ്റെ ഏത് വണ്ടികളാണെങ്കിൽ കൂടിയും ബ്രേക്കിങ്ങിൻ്റെ കാര്യം ഞാൻ എപ്പോഴും എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ്. കാരണം ഇതിൻ്റെ ഡിസ്ക് തന്നെയാണ്. കാരണം റോട്ടോ പെറ്റൽ ഡിസ്ക്കാണ് ഇതിൽ വരുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 270 mm റോട്ടോ പെറ്റൽ ഡിസ്ക്കാണ് ഫ്രണ്ടിൽ വരുന്നത്. റിയറിൽ വരുമ്പോൾ നമുക്കത് 240 mm ആണ് വരുന്നത്. അതൊരു കാര്യം ശ്രദ്ധിക്കുക, 240 mm എന്ന് പറയുന്നത് ഈ USD വെർഷനിൽ മാത്രമാണ്. നമ്മൾ നോർമലി ഉള്ള 160 4V വരുന്നത് 200 mm റോട്ടോ പെറ്റലാണ് ബാക്കിൽ വരുന്നത്. പിന്നെ ഈ ഒരു റോട്ടോ പെറ്റൽ ഡിസ്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ഒരു ഹോള്? നമ്മൾ ഈ ഡിസ്ക് ബ്രേക്കുകൾ ഉള്ള വണ്ടികളിൽ ഈ ഡിസ്കിലൊരു ഹോള് കണ്ടിട്ടുണ്ടോ?
കാരണം നമുക്കറിയാം നമുക്ക് ഈ ബ്രേക്ക് എപ്പോഴും അപ്ലൈ ചെയ്യുന്ന ഒരു സാഹചര്യങ്ങളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ഈ ഒരു ഡിസ്ക് എപ്പോഴും വളരെ ഹീറ്റായിട്ട് ഇരിക്കുക. ഹീറ്റ് ആകുന്ന മുറയ്ക്ക് എന്താ പറയുക, നമ്മുടെ ബ്രേക്കിങ്ങിന് നല്ല രീതിയിൽ അത് ബാധിക്കും. അല്ലെങ്കിൽ ചില സമയത്ത് ചില കാറുകളൊക്കെ നമ്മൾ കേൾക്കാം, ഈ ഹൈ റേഞ്ചിലൊക്കെ ഇറങ്ങി വന്ന സമയത്ത് ഒരുപാട് ഹീറ്റായി അതിനുശേഷം ബ്രേക്ക് കിട്ടിയില്ല, അപകടങ്ങൾ ഉണ്ടായി എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനു മുമ്പ് പല സ്ഥലത്തും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹോള് കൊടുത്തിരിക്കുന്നത് നമ്മുടെ എയർ പാസേജിന് വേണ്ടിയാണ്. കാരണം ഈ പുറത്തുനിന്നുള്ള എയർ പാസേജ് ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് ഈ ഒരു ഡിസ്ക് കൂളാക്കുന്നത്. പക്ഷെ നിങ്ങൾ ഈ ഒരു പെറ്റൽ ഡിസ്കിൽ ഒരു ഷേപ്പ് കണ്ടോ? നോർമലി ഉള്ള വണ്ടികളിൽ എന്താ ഒറ്റ റൗണ്ടായിരിക്കും വരുന്നത്. ഈ ഒരു പെറ്റൽ ഡിസൈൻ കണ്ടോ? ഈ ഒരു പെറ്റൽ ഡിസൈൻ ഉള്ളത് കൊണ്ട് തന്നെ ബാക്കിയുള്ള ഡിസ്കിനെ അപേക്ഷിച്ച് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഡിസ്കിനെ കൂളാക്കാൻ വേണ്ടി സാധിക്കും. അതുമൂലം നമുക്ക് ഈ ബ്രേക്കില്ലായ്മ വരുന്ന ആ സാഹചര്യങ്ങളെല്ലാം നമുക്ക് ഇതിലുണ്ടാവില്ല. അതാണ് ഒരു പെർഫെക്ഷൻ കാര്യം. പിന്നെ ഡ്യുവൽ ചാനൽ ABS ആണ് നോർമലി ഇപ്പോൾ ഓൾമോസ്റ്റ് TVSൻ്റെ ഒരു 160 എബോ ഉള്ള വണ്ടികളിലേക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം 2 ചാനൽ ABSലേക്ക് മാറിയിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഏറ്റവും അട്രാക്ഷൻ ഉള്ളതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ USD ഫോർക്ക്. നിങ്ങൾ ഈ USD ഫോർക്കിൻ്റെ കളർ ശ്രദ്ധിച്ചോ? ഗോൾഡൻ കളർ. അത് വളരെ ഭംഗിയായിട്ട് വെച്ചാൽ വളരെ ഭംഗിയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും ഈ ഒരു വണ്ടി ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കണ്ണിലൊട്ടയ്ക്ക ഫസ്റ്റ് കാര്യം ഇതിൻ്റെ USD ഫോർക്കും ഈ കളറുമാണ്. USD ഫോർക്ക് എന്താണ്? USD ഫോർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഷോക്ക് അബ്സോർബേഴ്സിനെ കുറിച്ച് ഒരുപാട്, അല്ലെങ്കിൽ പല വണ്ടികൾ ഇന്ന ഷോക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ നമ്മൾ എവിടെയെങ്കിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഈ ഷോക്ക് അബ്സോർബേഴ്സ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാഹനം ഓടിക്കുന്ന ടൈമിൽ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു കുടുക്കം കുറയാനോ അങ്ങനത്തെ കാര്യങ്ങൾക്കാണെന്നാണ് ഓൾമോസ്റ്റ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ഷോക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ സ്റ്റെബിലിറ്റി, പെർഫോമൻസ്, സേഫ്റ്റി, ഈ 3 കാര്യത്തിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുള്ള ഒരു ആളാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഷോക്ക് എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു വാഹനത്തിൽ തന്നിരിക്കുന്നതും അത് മാത്രമല്ല ഇവരുടെ ഏറ്റവും സ്പെഷ്യാലിറ്റി ഉള്ളത് ഇവരുടെ USD ഫോർക്കാണ്. USD ഫോർക്ക് നോർമലി കണ്ടുവരുന്നത് ഹൈ എൻഡ് മോഡലുകൾ, സ്പോർട്സ് ബൈക്കുകൾ മാത്രമാണ് നമ്മൾ കണ്ടുവന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു സാധാരണക്കാരനും ആ ഒരു ലെവല് വണ്ടി യൂസ് ചെയ്യണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റിയൊരു വാഹനമാണ് TVS Apache RTR 164V USD. അതേപോലെ തന്നെ നമുക്കിതിൻ്റെ റിയർ സൈഡിലേക്ക് വരുമ്പോൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്, ഗ്യാസ് ചാർജഡ് മോണോഷോക്ക് വിത്ത് 7 സ്റ്റെപ്പ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് TVS ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. മറ്റുള്ള വാഹനമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ TVS എപ്പോഴും നമുക്കൊരു സേഫ്റ്റി ഫീച്ചർ എപ്പോഴും ഏതൊരു വണ്ടി എടുത്താൽ പോലും അവർ അതിനകത്ത് ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കാറുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സായിട്ട് ഒരുപാട് ടെക്നോളജികളും ഇവരുടെ വാഹനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഫീച്ചറുകളിൽ ഒന്ന് തന്നെയാണ് ഈ പറഞ്ഞ 2 നമ്മുടെ ഫ്രണ്ടിലായാലും ബാക്കിലാണെന്നുണ്ടെങ്കിലും ഷോക്കിൻ്റെ കാര്യം എടുത്ത് പറയുന്നത്. നമുക്കറിയാം TVSൻ്റെ വണ്ടികളിൽ എപ്പോഴും സ്റ്റെബിലിറ്റി, പെർഫോമൻസ് അങ്ങനെയുള്ള കാര്യങ്ങൾ TVS ഒരിക്കലും ഒരു കോംപ്രമൈസും ചെയ്യാറില്ലാത്തൊരു ബ്രാൻഡാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ സ്റ്റെബിലിറ്റി, പെർഫോമൻസിലും നിർണായക സാന്നിധ്യം അല്ലെങ്കിൽ നിർണായകമായിട്ടുള്ള ഇവരുടെ റൈറ്റ് ഹാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിൻ്റെ ഫ്രണ്ട് ആണെങ്കിലും റിയർ ആണെങ്കിലുള്ള ഷോക്ക്. അതേപോലെ തന്നെ നമുക്ക് ശ്രദ്ധിച്ചറിയാം ഓരോ ജനറേഷൻ അനുസരിച്ച് ഒരു ഏറ്റവും പെട്ടെന്ന് അപ്ഡേഷൻ കൊണ്ടുവരുന്ന ഒരു ബ്രാൻഡാണ് TVS. അതിൽ എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ ഡിജിറ്റൽ മീറ്റർ. ആദ്യമായിട്ട് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കൊണ്ടുവന്ന ഒരു ബ്രാൻഡും TVS തന്നെയാണ്. ഇത് സിമ്പിളായിട്ട് നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കോളർ ID, നാവിഗേഷൻ അസിസ്റ്റ്. അതിൽ നാവിഗേഷൻ അസിസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ 10x10 നാവിഗേഷനാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഏറ്റവും നല്ലൊരു സേഫ്റ്റി ഫീച്ചറായ കാർ സ്റ്റാർട്ട്, അതെല്ലാം ഈ ഒരു മീറ്ററുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമുക്ക് TVSന് ഒരു ആപ്പ് വരുന്നുണ്ട്, TVS കണക്ട്. ആ ഒരു ആപ്പായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് കിട്ടുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് അപ്പാച്ചയുടെ മീറ്റർ കൺസോളിലേക്ക് വരാം. നമുക്കറിയാം മീറ്റർ കൺസോളിൽ ഇത്രയും അപ്ഡേഷനും ഫീച്ചേഴ്സും കൊണ്ടുവന്നൊരു ബ്രാൻഡ് വേറെ ഉണ്ടാവില്ല. നമ്മൾ ഫസ്റ്റ് തന്നെ ഈ ഏറ്റവും കൂടുതൽ മീറ്ററുമായിട്ട് ഫീച്ചേഴ്സ് നമ്മൾ കണ്ടുവന്നത് എൻടോർക്കിലായിരുന്നു. അപ്പോൾ എൻടോർക്കിൻ്റെ മീറ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ കൂടി നമുക്ക് എന്തായാലും ഇതിൻ്റെയും ഒരു മീറ്റർ കൺസോളിൻ്റെ സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ ടൈം ഒരുപാട് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിന് മാത്രം സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. ഇതിൽ നമുക്ക് പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോളർ ID, അതുപോലെ തന്നെ SMS അലർട്ട്, നാവിഗേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10x10 നാവിഗേഷനാണ് വന്നത്. അതുപോലെ തന്നെ ഏറ്റവും സേഫ്റ്റി ഇമ്പോർട്ടൻ്റ് ആയ ഒരു സംഭവമാണ് ഇതിൻ്റെ ക്രാഷ് അലർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ഈ വാഹനത്തിന് എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന 3 എമർജൻസി നമ്പറിലേക്ക് നമ്മൾ എവിടെയാണോ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നത് ആ ഒരു ലൊക്കേഷൻ സഹിതം നമുക്ക് ഈ പറഞ്ഞ 3 എമർജൻസി നമ്പറിലേക്ക് SMS ആയിട്ട് പോകുന്നതായിരിക്കും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വേറൊരു കാര്യങ്ങളിലൊന്നാണ് ഇതിൻ്റെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ. നമുക്ക് അറിയാം ഇപ്പോൾ സൈഡ് സ്റ്റാൻഡ് നമുക്ക് തട്ടാതെ വണ്ടി സ്റ്റാർട്ടാവില്ല. അപ്പോൾ ആ ഒരു
ഡീറ്റെയിൽസും ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ സർവീസ് അലേർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിലോമീറ്റർ അനുസരിച്ചായിരിക്കും സർവീസ് റിമൈൻഡർ ഇതിനകത്ത് വരിക. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, കാരണം ചില സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര മാസം അല്ലെങ്കിൽ എന്താ പറയുക ഫസ്റ്റത്തെ ഒരു മാസം അല്ലെങ്കിൽ 750 കിലോമീറ്ററാണ് ഇതിൻ്റെ സർവീസ് വരുന്നത്. അപ്പോൾ ചിലപ്പോൾ ദിവസമാണ് വരുന്നതെങ്കിൽ നമുക്കത് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് കിലോമീറ്റർ കണക്കിനായിരിക്കും ഈ വണ്ടി കാൽക്കുലേറ്റ് ചെയ്യുക, അത് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ലോ ഫ്യൂൽ അലേർട്ട് വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ് ഇതിൻ്റെ ഗിയർ ഇൻഡിക്കേറ്റർ. ഞാൻ ഉൾപ്പെടെയുള്ള നിങ്ങൾ പലരും നമുക്കറിയാം, നമ്മളൊരു വാഹനം ഓടിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ 5th or 6th ഗിയർ കഴിഞ്ഞാലും ചിലപ്പോൾ ഗിയർ അപ്പിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം നമുക്ക് എളുപ്പമാവുന്ന ഒരു സാധനമാണ് നമുക്കിതിനകത്ത് ഗിയർ ഇൻഡിക്കേറ്റർ ഉണ്ട്. അതായത് നമ്മൾ ഏത് ഗിയറിലാണ് വണ്ടി ഓടിക്കുന്നത് എന്നുള്ളത് ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അതായത് ഫസ്റ്റ് ഗിയർ ആണോ സെക്കൻഡ് ഗിയർ ആണോ എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഷിഫ്റ്റ് അലേർട്ട്, അതായത് നമ്മളൊരു ഗിയറിൽ പോയി ആ ഗിയർ ചേഞ്ച് ചെയ്യണം എന്നുള്ള സാഹചര്യം വരുമ്പോൾ നമുക്കൊരു റെഡ് ലൈറ്റ് ഇവിടെ നമുക്ക് കത്തുന്നതാണ്, അതായത് ഷിഫ്റ്റ് അലേർട്ട് എന്നാണ് അതിനെ പറയാം. അതേപോലെ തന്നെ ക്ലസ്റ്ററിൽ നമുക്ക് ഒരുപാട് വാർണിംഗ് ലൈറ്റുകളുണ്ട്, MI ലാമ്പ് ഉൾപ്പെടെയുള്ള ഒരുപാട് ലൈറ്റുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ അത് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല, അത് സെപ്പറേറ്റ് വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുമ്പിലേക്ക് നമ്മൾ വരുന്നതായിരിക്കും. അതേപോലെ തന്നെ നമുക്കിനി ഇതിൻ്റെ ഹാൻഡിൽ ബാറിലേക്ക് പോകാം. അത്യാവശ്യം വൈഡായിട്ടുള്ള ഒരു ഹാൻഡിൽ ബാർ തന്നെയാണ് വരുന്നത്. നമുക്ക് വണ്ടിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഏറ്റവും പെർഫെക്ഷനുള്ള ഒന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇതിൻ്റെ ഹാൻഡിൽ ബാറാണ്. ഹാൻഡിൽ ബാറിൽ തന്നെ നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 ലിവർ തന്നിട്ടുണ്ട്. അത് പ്രത്യേകതയുണ്ട്, അഡ്ജസ്റ്റബിൾ ലിവറാണ് TVS നമുക്ക് തന്നിരിക്കുന്നത്. അതേപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോഡുകളാണ്. ഈ ഒരു സെഗ്മെൻറ്റിലെ മോഡുകൾ നമുക്ക് തന്നിട്ടുള്ള ഒരേ ഒരു വണ്ടിയും TVS അപ്പാച്ചയാണ്. അതിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെയിൻ മോഡ്, അതേപോലെ തന്നെ അർബൻ മോഡ്, സ്പോർട്സ് മോഡ്, 3 മോഡുകളാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അതേപോലെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ടോ. ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് TVSൻ്റെ ആപ്പായിട്ട് നമ്മുടെ വണ്ടി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വോയിസ് കമാൻഡ് കൊടുക്കാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് നമുക്കിപ്പോൾ ഒരു കോള് നമുക്ക് കട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്വിച്ചിൻ്റെ സഹായത്തോടെ നമ്മൾ കമാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് സാധിക്കും. അതാണ് ഒരു പ്രത്യേകത. ബാക്കി പിന്നെ വന്നത് ഹോണും അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ തന്നെയാണ്. ഹോൺ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. വളരെ ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും ഹോൺ വളരെ നല്ല സൗണ്ടുള്ള വളരെ ഭംഗിയുള്ളൊരു ഹോണാണ് TVS ഇതിന് കൊടുത്തിരിക്കുന്നത്. പിന്നീട് നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് ക്ലച്ച്. ഈ ക്ലച്ച് ലിവറും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അറിയാം പലരുടെയും കൈയുടെ സൈസ് നല്ല രീതിയിൽ വ്യത്യാസം വന്നിരിക്കാം. അപ്പോൾ ഒരാൾക്ക് പറ്റുന്ന രീതിയിൽ മറ്റൊരാൾക്ക് ചിലപ്പോൾ അതിൻ്റെ പ്ലേ പറ്റുന്നില്ലാതിരിക്കാം. പക്ഷേ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് തന്നെ മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ ഒരു അഡ്ജസ്റ്റബിൾ ക്ലച്ച് ലിവർ TVS ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലച്ചിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ എടുത്ത് പറയാവുന്ന ഒരു കാര്യമാണ് ഇതിൻ്റെ സ്ട്രിപ്പർ ക്ലച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നോളജി. സ്ട്രിപ്പർ ക്ലച്ച് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതായത് അഗ്രസീവായിട്ട് റൈഡ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ഗിയർ ഷിഫ്റ്റിങ് ചിലപ്പോൾ അപ്പാണെങ്കിലും ഡൗൺ ആണെങ്കിലും പെട്ടെന്ന് നമുക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ബാക്കിൽ വീല് ലോക്കായി ഒരുപാട് അപകടങ്ങൾ സംഭവിച്ച് നമ്മൾ കേൾക്കാം. പ്രധാനമായിട്ടും ഈ ബിഗിനേഴ്സ് ഈ ഒരു സെഗ്മെൻറ്റ് വണ്ടികളിലേക്ക് വരുമ്പോൾ ഒരുപാട് അപകടങ്ങളിൽ പെടാനുള്ള ചാൻസും കൂടുതലാണ്. അങ്ങനെയുള്ളവർക്കെല്ലാം ഒരുപാട് ഉപകാരമുള്ള ഒരു ഫീച്ചറാണ് ഈ സ്ലിപ്പർ ക്ലച്ച് എന്ന് പറയുന്നത്. ഈ സ്ലിപ്പർ ക്ലച്ച് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇതിലുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഗിയർ ഡൗണോ അല്ലെങ്കിൽ അപ്പോ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ വീലൊരിക്കലും ലോക്കാവില്ല. തന്മൂലം ഉണ്ടാകുന്ന ഒരു അപകടങ്ങളും നമുക്ക് ഈ വാഹനത്തിൽ നിന്ന് പ്രതീക്ഷിക്കുകയും വേണ്ട. ഇനി നമുക്ക് ടാങ്കിൻ്റെ ഭാഗത്തേക്ക് വരാമെന്നുണ്ടെങ്കിൽ 12 ലിറ്റർ ഫ്യൂവൽ കപ്പാസിറ്റിയാണ് നമുക്ക് ഈ ഒരു അപ്പാച്ചയുടെ ടാങ്കിന് വരുന്നത്. അത് ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് 2 ലിറ്റർ പെട്രോൾ എപ്പോഴും നിങ്ങൾ വണ്ടിയിൽ കീപ്പ് ചെയ്യണം. ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് എന്തിനാണ് നമ്മളത് കീപ്പ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാങ്കിനുള്ളിലാണ് ഇതിൻ്റെ ഫ്യൂവൽ പമ്പ് സ്ഥിതി ചെയ്യുന്നത്. ഫ്യൂവൽ പമ്പ് മുങ്ങി നിൽക്കാനുള്ള ആ ഒരു പൊസിഷനെയാണ് നമ്മൾ 2 ലിറ്റർ എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ഫ്യൂവൽ പമ്പ് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അതിൻ്റെ കൂള് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ പെട്രോളാണ്. പെട്രോൾ നമ്മൾ ഒരുപാട് കുറച്ച് ഓടിച്ചാൽ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ, അതായത് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വരുന്നല്ല, നമ്മൾ ഭാവിയിൽ ആ വണ്ടിക്ക് ഫ്യൂവൽ പമ്പിന് കംപ്ലൈൻറ്റ് ഉള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മിനിമം എപ്പോഴും നമുക്ക് ഒരു 2 ലിറ്റർ പെട്രോൾ എപ്പോഴും ഈ വണ്ടിയുടെ കീപ്പ് ചെയ്യുക. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വണ്ടി നിറച്ച് വിതുമ്പി പെട്രോൾ അടിക്കുന്ന കുറേ ആളുകളുണ്ട്. ഞാൻ പറയും ഒരു പരിധി വരെയും ഇതിനു മുമ്പൊക്കെ ഉണ്ടായിരുന്ന ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത സമയത്ത് ഞാൻ ഉൾപ്പെടെ നിറച്ച് വിതുമ്പിയാണ് അടിക്കുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ അടിക്കരുത്. കാരണം പ്രോപ്പർ എയർ പാസേജ് അതിൻ്റെ ഉള്ളിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ അത് വണ്ടിയുടെ പെർഫോമൻസിന് അല്ലെങ്കിൽ ബാക്കിയുള്ള സെൻസറുകൾക്ക് കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഈ വാഹനത്തിൻ്റെ ഒരു ഗ്രാഫിക്സ് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഭയങ്കര സിമ്പിളാണെങ്കിലും വളരെ സ്പോർട്ടി ഡിസൈനാണ് ഈ ഒരു ഗ്രാഫിക്സ് ഇവർ കൊടുത്തിരിക്കുന്നത്. ഈ ടാങ്കിൽ വളരെ ഭംഗിയുണ്ട്. നമുക്ക് ഈ ഒരു പോർഷനിലാണെന്നുണ്ടെങ്കിലും ഒരു ടാങ്കിൻ്റെ സെൻറ്റർ പോർഷനിൽ വരുന്ന സ്റ്റിക്കർ ആണെന്നുണ്ടെങ്കിലും വളരെ ഭംഗിയായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. ഒരുപാട് സ്റ്റിക്കർ ഇല്ല താനും, പക്ഷേ കൊടുത്തിരിക്കുന്ന സ്റ്റിക്കറെല്ലാം ഒരു 1.5 മുതൽ തന്നെ പറയേണ്ടി വരും.
ഇനി നമുക്ക് ഇവൻ്റെ എൻജിൻ, ഇവൻ്റെ ഹൃദയം നമുക്ക് തന്നെ സ്നേഹത്തെക്കുറിച്ച് നോക്കാം. അതായത് ഇവൻ്റെ ഓരോ സ്വഭാവത്തിലും ഇവന് നമുക്ക് തരുന്ന പെർഫോമൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ദേഷ്യം പിടിച്ചിരിക്കുമ്പോൾ, അതായത് സ്പോർട്സ് മോഡലാണെങ്കിൽ നമുക്ക് 17.55 PS പവർ, 9290 RPM അത് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ടോർക്ക് വരുന്നത് 14.53 Nm ടോർക്കുമാണ് ഈ ഒരു വണ്ടി അല്ലെങ്കിൽ ഇവൻ്റെ ഹൃദയം നമുക്ക് വേണ്ടി തരുന്നത്. ഈ സെഗ്മെൻറ്റിലെ തന്നെ വാഹനങ്ങളിൽ ഇല്ലാത്ത ഒരു ടെക്നോളജിയും കൂടി ടി വി എസിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് GTT ടെക്നോളജി എന്ന് പറഞ്ഞാൽ, അതായത് ഗ്ലൈഡ് ത്രൂ ടെക്നോളജി എന്ന് പറയും. നമ്മുടെ കാറുകളിൽ കാണുന്ന ക്രീപ്പ് മോഡില്ലേ, ആ ക്രീപ്പ് മോഡിൻ്റെ അളിയനായിട്ട് വരും ഈ ഒരു GTT ടെക്നോളജി. GTT ടെക്നോളജിയുടെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ സിറ്റി റൈഡിലെല്ലാം നമ്മൾ സിറ്റി കൂടെ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഈ ആക്സിലേറ്റർ തിരിച്ച് പോകേണ്ടി വരും. അങ്ങനൊരു സാഹചര്യം നമുക്കറിയാം. ഞാൻ ഉൾപ്പെടെയുള്ള പലരും പോകുന്ന സമയത്താണ് നമുക്ക് ഈ കൈക്കൊരു പെയിൻ ഉണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫസ്റ്റ് ഗിയറിൽ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് 7 കിലോമീറ്റർ സ്പീഡിലും, സെക്കൻഡ് ഗിയറിൽ 12 കിലോമീറ്റർ സ്പീഡിലും, തേർഡ് ഗിയറിൽ നമുക്ക് 17 കിലോമീറ്റർ സ്പീഡിലും വിത്തൗട്ട് ആക്സിലേഷൻ ആക്സിലേറ്റർ നമുക്ക് പോകാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമുക്ക് സിറ്റി റൈഡിന് വളരെ ഉപകാരപ്പെട്ട ഒരു ഫീച്ചർ കൂടിയാണ് ടി വി എസിൻ്റെ ഈ ഒരു GTT ടെക്നോളജി. ഓവറോൾ ഈ വണ്ടിയുടെ നമുക്ക് നീളം, അതായത് ലെങ്ത്ത് വരുന്നത് 2035 mm ആണ് വരുന്നത്. വിഡ്ത്ത് വരുന്നത് 819 mm ആണ്. അതിലൊരു കാര്യം ശ്രദ്ധിക്കുക, വിഡ്ത്ത് 819 വരുന്നത് ഈ ഒരു USD ഫോർക്ക് വേർഷനിൽ മാത്രമാണ് 819 വരുന്നത്. മറ്റിൽ ഏകദേശം 785-790 mm ആണ് ഇതിൻ്റെ വിഡ്ത്ത് വരുന്നത്. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, അതായത് വണ്ടിയുടെ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊന്നാണ് വീൽ ബേസ്. വീൽ ബേസ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് 1357 mm ആണ്. വീൽ ബേസിനെ കുറിച്ച് ഞാൻ ഇതിനു മുമ്പും 2 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്താണെന്നുള്ളത്. പലർക്കും തെറ്റിദ്ധാരണയാണ് എന്താണ് വീൽ ബേസ് എന്നുള്ളത്. അതായത് നമ്മുടെ ഫ്രണ്ട് വീൽ ആക്സിൽ മുതൽ ബാക്ക് വീൽ ആക്സിൽ വരെയുള്ള ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഇതിനെ വീൽ ബേസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 180 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഞങ്ങൾ അത്യാവശ്യം ഓഫ് റോഡ്, അത്യാവശ്യമുള്ളൊരു നോർമലി ഓഫ് റോഡെല്ലാം ഞങ്ങൾ പോയിരുന്നു. ഇതുവരെ നമുക്ക് താഴെ തട്ടുമോ അങ്ങനെ വിഷയമൊന്നും ഉണ്ടായിട്ടില്ല. വളരെ നല്ല സ്മൂത്ത് റൈഡായിരുന്നു നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത്. നമുക്കിതിൻ്റെ സീറ്റ് ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 800 mm ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത്. സിംഗിൾ സീറ്റാണ് വരുന്നത്. നമുക്ക് 200 വരുമ്പോൾ അത് സ്പ്ലിറ്റഡ് സീറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിന് നമുക്ക് സിംഗിൾ സീറ്റാണ് വരുന്നത്. അപ്പാച്ചെ RDR 160 4V ഈ ഒരു വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്നവരും അല്ലെങ്കിൽ എടുക്കാൻ പ്ലാനുള്ളവരും ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു ചോദ്യമായിരിക്കും, എന്താണ് ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി ആണോ എന്നുള്ളത്. 100% നമുക്ക് പറയാൻ പറ്റും ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി വണ്ടിയാണെന്നുള്ളത്. കാരണം ഇതിൻ്റെ എടുത്ത് പറയാനുള്ള ഫീച്ചേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ USD ഫോക്ക്, അതേപോലെ തന്നെ നമ്മുടെ ബാക്കിലെ ഷോക്ക് അബ്സേഴ്സ്, അതേപോലെ തന്നെ എടുത്ത് പറയാവുന്ന കാര്യങ്ങൾ എന്താ GTT ടെക്നോളജി, അതേപോലെ തന്നെ സ്ലിപ്പർ ക്ലച്ച്. ഈ ഒരു ടെക്നോളജി എല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു ബിഗിനർ ഫ്രണ്ട്ലി വണ്ടിയാണെന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞാൻ എടുത്ത് പറഞ്ഞു ആ സ്ലിപ്പർ ക്ലച്ചിൻ്റെ കേസിലെല്ലാം നമുക്ക് ഒരു അഗ്രസീവായിട്ടുള്ള റൈഡിൻ്റെ ഇടയ്ക്കുള്ള ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ ടൈമിങ്ങിൽ അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ ഒരു അപകടങ്ങൾ ഈ ഒരു നമ്മുടെ സ്ലിപ്പർ ക്ലച്ച് എന്ന് പറഞ്ഞൊരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സിന് ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഈ പറഞ്ഞിട്ടുള്ള സ്ലിപ്പർ ക്ലച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതേപോലെ തന്നെ GTT ടെക്നോളജി ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഷോക്ക്, അതെല്ലാം ഇതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. M4 ഡ്രൈവിൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ബെല്ലൈക്കൻ അമർത്താനും നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അതേപോലെ നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഇൻബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഇറ്റ്സ് മീ അസാബ് വിത്ത് റാഷിദ് സൈനിങ് ഓഫ്.